ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യാമ്മ പറയുക, മനസ്സിലൊരു വല്ലാത്ത വീർപ്പുമുട്ടൽ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല രാഘവേട്ട. ശ്യാമയെ നോക്കിയിട്ട് പറയുക, എടി നീ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നില്ലേ, അന്ന് തുടങ്ങിയ പേടിയാ. നീ ഒന്നുകൂടെ രോഗത്തിനെ ഒന്ന് വിളിച്ചേ. നീ ഇങ്ങനെ വെപ്രാളം പിടിക്കാതെ, എന്തെങ്കിലും കാരണം കാണും, അതുകൊണ്ടായിരിക്കും വരാൻ താമസിക്കുന്നത്. അതുതന്നെ രാഘവേട്ട എൻ്റെ പേടി. എൻ്റെ മോന് എന്തെങ്കിലും അപകടം. നീ ചുമ്മാ ആവശ്യമില്ലാത്ത ഒന്നും പറയാതെ ഫാമേ, അവനിങ്ങി വന്നോളും. അങ്ങനെ മനസ്സിനൊരു ഉറപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. സമയം കഴിയുന്തോറും ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ്. എനിക്ക് എന്തോ വല്ലാത്ത ഒരു പേടി തോന്നുന്നു. രാഘവേട്ടന് അറിയാമല്ലോ, എൻ്റെ ജീവനും ജീവിതവുമാണ് എൻ്റെ വിഷ്ണു. ഞാനിങ്ങനെ നിൽക്കുന്നതെങ്കിൽ വിഷ്ണു എൻ്റെ അടുത്തുള്ളത് കൊണ്ട് മാത്രമാണ്. ഈശ്വര, എൻ്റെ കുഞ്ഞിത് എവിടെ പോയി കിടക്കുക? രാഘവേട്ടൻ ശ്യാമയോട് പറയുന്നു, എടി മോളെ, നീ രോഹിത്തിനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ശ്യാമ എത്ര വിളിച്ചു നോക്കിയിട്ടും രോഹിത്തിനെ കിട്ടുന്നില്ല. സത്യാമ്മ ആകെ ഭയന്ന് വിറയ്ക്കുന്നു. എന്തൊക്കെയോ അസ്വസ്ഥത സത്യാമ്മയ്ക്ക് തോന്നുന്നുണ്ട്. മകൻ എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള ഒരു ഭീതി സത്യാമ്മയുടെ മുഖത്ത് കാണുന്നുണ്ട്. ഭഗവാനെ, എൻ്റെ മോനൊരാപത്തും വരുത്തരുതേ, വിഷ്ണുവിന് എന്തോ അപകടം സംഭവിക്കുമെന്നുള്ളൊരു തോന്നൽ സത്യാമ്മയ്ക്ക് തോന്നുന്നുണ്ട്. സത്യാമ്മ ആകെ ഭയന്ന് ഭഗവാനെ വിളിക്കുവാണ്. സത്യാമ്മ ആകെ ഭയന്നിട്ട്, ഈശ്വര, ഒരു അപകടവും എൻ്റെ കുഞ്ഞിന് വരുത്തല്ലേ, എൻ്റെ മോനൊരാപത്തും വരുത്താതെ എൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിക്കണേ എന്നൊക്കെ സത്യാമ്മ ഇങ്ങനെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ്. കമലനാണെങ്കിൽ വിഷ്ണുവിനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ബീച്ച് ഭാഗത്തൊക്കെ അന്വേഷിക്കാൻ പോയ ആശാനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഏട്ടത്തിയമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒരു സാധാരണ വീട്ടമ്മയെ പോലെ പെരുമാറേണ്ട ആളാണോ ഏട്ടത്തിയമ്മ? ആശാന് സങ്കടം വന്നപ്പോഴെന്തൊക്കെയോ ഒന്ന് പറഞ്ഞെന്ന് വെച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഇറങ്ങി പോകാൻ പാടുണ്ടോ? ഇതിനി എവിടെ പോയി തിരക്കാനാ? വിഷ്ണു ആണെങ്കിൽ ശാലിനി അവിടെ എല്ലാം നോക്കിയിട്ട് കാണാതെ കമലൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. എന്തായി ആശാനെ, അവിടെ എവിടെയെങ്കിലും ഏട്ടത്തിയമ്മ കണ്ടോ? ഇല്ലടാ, കണ്ടില്ലടാ. പിന്നെ ആരോ പറഞ്ഞല്ലോ അങ്ങോട്ട് നടക്കുന്ന പോലെ കണ്ടെന്ന്. അവർ പറഞ്ഞ പോലെ അവിടെയൊക്കെ പോയി നോക്കിയിട്ട് അവിടെയൊന്നും കണ്ടില്ലടാ. ആശാനെ വീട്ടിലോട്ട് വിളിച്ചെന്ന് ചോദിച്ചാലോ? അയ്യോ, അത് വേണ്ട. അവിടെ ഇല്ലെങ്കിലേ നമ്മൾ വിളിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അവരാകെ പേടിക്കും. ചിലപ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങോ ജോലി തിരക്കോ കൊണ്ട് വൈകിയതാണെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. നീ ഒന്ന് എളുപ്പം കയറ്, നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്നുകൂടി പോയി നോക്കാം. അങ്ങനെ വിഷ്ണു കമലനെയും കൂട്ടിയിട്ട് വീണ്ടും ഓരോ ഭാഗത്തൊക്കെ ശാലിനിയെ അന്വേഷിക്കുവാണ്. അവിടെ കടപ്പുറത്ത് കുറേ ആൾക്കാർ ഓടുന്നു. എന്താന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അടിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ ഓടുന്നുണ്ട്. ശാലിനി വിഷ്ണു IAS എന്നുള്ള ശാലിനിയുടെ ആ നെയിം ബോർഡ് ആ തിരമാലയിൽ നിന്നും കരയ്ക്കടിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അറിഞ്ഞവരെ ഡെഡ് ബോഡി കാണാനായിട്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഓരോരുത്തർ ചോദിക്കുന്ന എന്താ? അതെ, ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അവിടെ അടിഞ്ഞിട്ടുണ്ട്. പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ? ആ, പോലീസിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ വരും. അങ്ങനെ അറിഞ്ഞവർ ഓരോരുത്തരായിട്ട് ആ ഡെഡ് ബോഡി കാണുന്നതിനായിട്ട് ഓടിക്കൂടുവാണ്. ഇതൊന്നും അറിയാതെ നമ്മുടെ വിഷ്ണുവും കമലനും കൂടെ കാറിലിങ്ങനെ ശാലിനിയെ തേടി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ശ്യാമയാണെങ്കിൽ ആകെ വിഷമിച്ച് രോഹിത്തിനെ വീണ്ടും വിളിക്കുവാണ്. രോഹിത്താണെങ്കിൽ ഫോണിട്ട് എടുക്കുന്നതുമില്ല. ശാരദാമ്മയാണെങ്കിൽ ശാലിനിയെ കാണാതെ വിഷമിക്കുവാണ്. ചേടാ, ഇത്രയും നേരമായിട്ടും കണ്ടില്ലല്ലോ, ഒരു ഫോൺ ചെയ്തു പോലും പറയാനും വയ്യേ ഇവക്ക്. കുറച്ച് ലേറ്റാവുമെന്നുള്ള വിവരം ഇവക്കൊന്ന് ഫോൺ ചെയ്തു പോലും പറയാൻ വയ്യേ. ഒരു സംഭവവും അറിയാതെ പപ്പിമോളും സത്യമോളും ഇരുന്ന് പഠിക്കുവാണ്. ശാരദാമ്മ ഇരുന്ന് വിഷമിച്ച് പുറൂർക്കുവാണ്. വീട്ടിലിരിക്കുന്നവർക്കല്ലേ ആദി, അവളിങ്ങനെ ഓരോ ജോലിയും കാര്യമൊന്നും പറഞ്ഞ് പോയാൽ മതിയല്ലോ. ശാരദാമ്മ വിഷമിച്ചിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ട് സത്യ ചോദിക്കുന്നു, ശാരദാമ്മ ഇത് ആരോടാ സംസാരിക്കുന്നത്? ഓ, എന്നോട് തന്നെ അങ്ങ് സംസാരിക്കുക മോളെ. നിന്റെ അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ മോളെ. പപ്പിമോള് പറയുക, വിഷ്ണുവച്ചൻ ഇപ്പം വരാമെന്നും പറഞ്ഞു പോയതല്ലേ, എന്നിട്ട് വിഷ്ണുവച്ചനെയും കണ്ടില്ല. ഇനിയിപ്പം ഞാനെങ്ങനെയാ വീട്ടിൽ പോകുന്നേ? സത്യമോള് പറയാ, പപ്പിന്ന് പോകണ്ട, നമുക്കിവിടുന്ന് അങ്ങ് കൂടാം. അയ്യോ, അത് പറ്റില്ല സത്യേ, അമ്മ എന്നെ തിരക്കില്ലേ? അതൊന്നും സാരമില്ല പപ്പി, എൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞാൽ മതി. ശാരദാമ്മയും ആകെ വിഷമിക്കുവാണ്. ശാലിനി ഇത്രയും താമസിക്കത്തില്ലല്ലോ. ശ്യാമയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, എന്തെങ്കിലും വിവരം അവക്കറിയാമെങ്കിലോ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വിഷ്ണുവിനെയും കാണാത്തത്. ശാരദാമ്മയുടെ ഫോൺ ശ്യാമയ്ക്ക് വരുന്നുണ്ട്. എന്താ അമ്മേ, മോളെ വിഷ്ണു അവിടെ ഉണ്ടോ? ഇല്ലമ്മേ, ഇതുവരെ ശാലിനിയും വന്നിട്ടില്ല, വിഷ്ണുവും വന്നിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് തീ തിന്നുവാ. വിഷ്ണുവേട്ടൻ പപ്പിയും കൊണ്ട് ഇപ്പം വരാമെന്നും പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നില്ലമ്മേ. ഇതുവരെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ശ്യാമ ഇങ്ങനെ ശാരദാമ്മയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യാമ്മ ശ്യാമയുടെ പുറകിൽ വന്ന് നിൽപ്പുണ്ട്. ഇവിടെ എല്ലാവരും വിഷ്ണുവേട്ടനെ ഫോൺ ചെയ്തിട്ട് എടുക്കുന്ന പോലുമില്ല. പപ്പിമോളും കൂടെ ഉള്ളതല്ലേ, എന്താ പറ്റിയതെന്ന് ആർക്കും ഒട്ടും അറിയുന്നതുമില്ല. എടി ശ്യാമേ, പപ്പിമോൾ ഇവിടെ ഉണ്ട്. പപ്പിയെ വിഷ്ണു ഇവിടെ കൊണ്ട് നാക്കിയിട്ട് പോയതാ. അയ്യോ ഭഗവാനെ, സമാധാനമായി. എൻ്റെ ജീവൻ പോയി നിൽക്കുമായിരുന്നമ്മേ ഞാൻ. എൻ്റെ മോൾ അവിടെ ഉണ്ടല്ലോ.
കുഞ്ഞേച്ചി എന്താ അമ്മേ ഇത്രയും വരാൻ വൈകുന്നത്? ഇത്രയും സമയമായല്ലോ അമ്മേ. സത്യാമ്മ ഉടനെ ശ്യാമയോട് ചോദിക്കുന്നത്, എടി ആരാ ഫോണിൽ? നിനക്ക് എന്ത് സമാധാനമായെന്നായി പറയുന്നത്? സത്യാമ്മയെ പപ്പിമോൾ അമ്മയുടെ അടുത്തുണ്ട്. വിഷ്ണുവേട്ടൻ പപ്പിയെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെന്ന്. അതെന്തിനാ ഇവിടെ നിൽക്കേണ്ട കുട്ടിയെ വിളിച്ച് അവൻ എന്തിനാ അവിടെ കൊണ്ടാക്കിയത്? വിഷ്ണുവേട്ടൻ പപ്പിയെ പകല സത്യാമ്മ അവിടെ കൊണ്ടാക്കിയത്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എന്തിനാ അവൻ അവിടെ കൊണ്ടാക്കിയെന്നാ ഞാൻ ചോദിച്ചത്. പറയടി എന്തിനാ? അതെനിക്കറിയില്ല സത്യാമ്മേ. പിന്നെ നിനക്ക് എന്തറിയാടി? സ്വന്തം മകളെ ഇത്രയും നേരം കാണാതായിട്ടും നീ ഏതെങ്കിലും സ്ഥലത്തോട്ട് ഫോൺ ചെയ്ത് ചോദിച്ചോ? നിന്റെ വീട്ടിലോട്ട് തന്നെ വിളിച്ചിരുന്നെങ്കിൽ മോൾ അവിടെ ഉണ്ടെന്നെങ്കിലും അറിയാമായിരുന്നല്ലോ. അതും നീ ചെയ്തില്ലല്ലോ. പപ്പി പോയത് മറ്റാരുടെയും കൂടെ അല്ലല്ലോ സത്യാമ്മേ, വിഷ്ണുവേട്ടൻ്റെ കൂടെ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് എന്ന് നീയാണോടി അങ്ങ് തീരുമാനിക്കുന്നത്? സത്യാമ്മ ഇങ്ങനെ ശ്യാമയോട് ദേഷിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രോഹിത് അങ്ങോട്ട് വരുന്നുണ്ട്. രോഹിത്തെ, ശാരദാമ്മയുടെ വീട്ടിൽ പപ്പിയെ കൊണ്ടാക്കിയിട്ട് വിഷ്ണു എവിടെയൊക്കെ പോയിരിക്കുക. അവനാണെങ്കിൽ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്നൊട്ട് പറഞ്ഞിട്ടുമില്ല. രോഹിത് ഇങ്ങനെ ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുന്നുണ്ട്. ശ്യാമയും ആകെ ഭയന്ന് നിൽക്കുവാണ്. രോഹിത് ഇനി എന്തെങ്കിലും വിളിച്ചു പറയുവോ? എടാ നീ പോയി പപ്പിയെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. രോഹിത് ഉടനെ പറയുക, പപ്പി അവിടെ നിൽക്കട്ടെ സത്യാമ്മേ, അത് അന്യ വീടൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് രോഹിത് അങ്ങോട്ട് നടക്കാനൊരുങ്ങുമ്പോൾ സത്യാമ്മ, ഡാടാ നിൽക്കവിടെ, അത് അന്യ വീടാണോ അല്ലയോ എന്നൊക്കെ നീ എനിക്ക് പറഞ്ഞു തരണ്ട. നിന്റെ കൊച്ച് അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ട നീയാണ്. രോഹിത് മനസ്സിൽ പറയുക, എൻ്റെ കൊച്ച് ആ ഒരു വാക്കെന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. എൻ്റെ 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 എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇനി എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഈ രോഹിത്തിന് വിഡ്ഢിയാകാനില്ല. എടാ രോഹിത്തെ, ഞാൻ നിന്നോട് ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. നിന്റെ കൊച്ച് എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന്. രോഹിത് ശ്യാമയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുക, ദേണ്ട നിൽക്കുന്നു, അവളോട് തന്നെ ചോദിക്ക് അത് എൻ്റെ കുട്ടിയാണോ എന്ന്. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ മറുപടി തരാം. എടാ രോഹിത്തെ, നീ ഇനി വിഷ്ണുവിനെ നോക്കി നിൽക്കണ്ട, നീ പോയി പപ്പിയെ വിളിച്ചോണ്ട് വാ. അല്ല സത്യാമ്മ, ഇപ്പം പോണോ? എടാ പോയി വിളിച്ചോണ്ട് വരാൻ. രോഹിത്താണെങ്കിൽ ശ്യാമ ഇങ്ങനെ തുറിച്ചു നോക്കി പല്ല് കടിച്ചിട്ട് പുറത്തോട്ടിറങ്ങി പോവുകയാണ്. രോഹിത്ത് ഇങ്ങനെ ഇഷ്ടമില്ലാതെ മനസ്സില്ലാ മനസ്സോടെ പോകുന്നത് നോക്കി ശ്യാമ ഒരു ഭയത്തോടെ നിൽക്കുവാണ്. ദൈവമേ, രോഹിത്തിന് കുഞ്ഞിനോട് ദേഷ്യത്തിൽ പെരുമാറുവോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പം സത്യാമ്മ വീണ്ടും, ഡേ ഇനി മേലാൽ പപ്പിയെ അങ്ങോട്ട് വിട്ടേക്കരുത്. പതിവില്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കി എടുത്തേക്കരുത്. കൊച്ചിനെ അവിടെ കൊണ്ട് വിട്ടിട്ട് അവനിത് എവിടെ പോയി കിടക്കുക? ഇത്രയും രാത്രിയായിട്ടും അവന് വീട്ടിൽ വരണമെന്നില്ലേ? സത്യാമ്മ വീണ്ടും വിഷ്ണുവിനെ വിളിക്കാൻ ട്രൈ ചെയ്യുവാണ്. ശ്യാമ അവിടെ നിന്നുകൊണ്ട് വിഷമിച്ച് മനസ്സിൽ പറയുവാണ്, എല്ലാ സത്യങ്ങളും വിഷ്ണുവേട്ടൻ അറിഞ്ഞതാണ്. വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും കൂടി ഇനി എവിടെങ്കിലും പോയതാണോ? വിഷ്ണുവേട്ടനെയും കുഞ്ഞേച്ചിയെയും വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. രണ്ടുപേരും വീട്ടിലാണെങ്കിൽ എത്തിയിട്ടുമില്ല. ഈശ്വര, രണ്ടുപേർക്കും ഒരാപത്തും വരുത്തരുതേ. ഒരു ബുദ്ധിമോശവും അവർക്ക് തോന്നിക്കല്ലേ ഭഗവാനെ. വിഷ്ണുവും കമലനും അനുവും എല്ലാം കൂടെ പെട്ടെന്ന് വണ്ടിയിൽ ഇങ്ങോട്ട് വരുവാണ്. ഇതിപ്പോൾ ആരോടാ ഒന്ന് ചോദിക്കുന്നത്? പെട്ടെന്ന് അനു വന്ന് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയോട് ചോദിക്കുന്നു, ബീച്ച് റോഡിൽ നിന്നും കടലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നോ? കൊണ്ടുവന്ന് കടലിൽ ചാടിയ പെണ്ണല്ലേ? അതെ, എന്നാൽ ആ കുട്ടി മരിച്ചു. ആ സെക്യൂരിറ്റി അങ്ങനെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് ഞെട്ടി വിറച്ചു പോയി. അവരാരും പ്രതീക്ഷിച്ചില്ല സെക്യൂരിറ്റി അങ്ങനെ പറയുമെന്ന്. അനുവും കമലനും എല്ലാം വായുമ്പോളെന്നിങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. സെക്യൂരിറ്റി അവരോട് പറയുവാണ്, വീട്ടിലേതോ വഴക്കുണ്ടായതിൻ്റെ പേരിൽ വന്ന് ചാടിയതാണെന്നാ പറയുന്നത്. ഒരു വാശിക്ക് ചാടിയാൽ ഒരു 10 വാശി കാണിച്ചാലും അതിൽ നിന്ന് കയറിപ്പോരാൻ പറ്റില്ലല്ലോ. ആ കൊച്ചു മരിച്ചു. കുറേയൊക്കെ ഇതുങ്ങളുടെ അഹങ്കാരമാണെന്ന്. ചിലപ്പോൾ വെറും നിസ്സാര കാര്യമായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ഇതൊരു ട്രെൻഡല്ലേ. എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാൽ അപ്പം ആത്മഹത്യ. അനു ആ സെക്യൂരിറ്റിയോട് ചോദിക്കുക, ചേട്ടൻ ആ സ്ത്രീയെ കണ്ടായിരുന്നോ? ആ കണ്ടു. അല്ല, എന്താ കാര്യം? അത് പിന്നെ കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിരുന്നു. നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവർ വല്ലവരും ആണോ? അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു മിടുക്കി കുഞ്ഞായിരുന്നു മോളെ. അത് സാരിയാണ് ഉടുത്തിരുന്നത്, ഒരു പച്ച കളർ സാരി. ആ സെക്യൂരിറ്റി അങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ണും തുറിച്ച് നിൽക്കുവാണ്. വിഷ്ണു ശാലിനിയെ വഴക്ക് പറഞ്ഞപ്പോൾ ശാലിനി വിഷ്ണുവിൻ്റെ കയ്യെ കയറി പിടിച്ച് വിഷ്ണുവേട്ട എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് ആ കൈമാറ്റി ഒരൊറ്റടി കൊടുത്ത് ശാലിനിക്ക്. അപ്പോൾ ശാലിനി ഉടുത്തിരുന്ന പച്ച സാരിയായിരുന്നു. വിഷ്ണു ഇതിങ്ങനെ ഓർക്കുവാണ്. വിഷ്ണു ഇങ്ങനെ കണ്ണും തുറിച്ച് നിന്ന് കണ്ണിക്കൂടി ഇങ്ങനെ കുടുകുടാന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുവാണ്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഏതോ നല്ല കുടുംബത്തിലെ കൊച്ചാന്ന് തോന്നുന്നു. ബോഡി താണ്ടെ ആ മോർച്ചറിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. വിഷ്ണുവും കമലനും അനുവെല്ലാം ആ മോർച്ചറിയിൽ നിന്ന് എഴുതിയേക്കുന്നിടത്തിട്ട് നോക്കിയിട്ട് അവരെങ്ങനെ വിങ്ങി പൊട്ടുവാണ്. രാത്രിയിൽ പോലീസ് വന്ന് ഇൻക്വസ്റ്റ് റെഡിയാക്കും. സംശയം ഉണ്ടെങ്കിൽ അവിടെ കയറി കാണാം. ബന്ധുക്കളാരും ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്.
ദേ ആ കാണുന്ന വഴിയിൽ കൂടെ പോയാൽ മതി, മോർച്ചറിയുടെ മുന്നിലെത്തും. മരിച്ചവരങ്ങ് മരിച്ച്, ഭൂമിയിൽ നിൽക്കുന്നവർക്കായി ഇനി പാട്. ആളതാണെന്ന് ഉറപ്പിക്കണമല്ലോ. അതെങ്ങനെയാ ചാകാൻ വരുമ്പോൾ ഇതുങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത്? പെട്ടെന്നുള്ളൊരു തോന്നലിനിങ്ങ് പോരുമല്ലേ. എന്തായാലും നല്ല മുഖശ്രീയുള്ള ഒരു കുട്ടിയാ. പോയപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോയി. ഓരോ വിധിയേ. അനു ആ സെക്യൂരിറ്റിയോട് വീണ്ടും ചോദിക്കുവാണ്, ചേട്ടൻ ആ സ്ത്രീയെ കണ്ടായിരുന്നോ? കാഴ്ചയിൽ എങ്ങനെയിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയാ. ചങ്കു പൊട്ടി ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി കമലൻ പറയുക, ആശാനെ അത് ചേട്ടത്തിയമ്മ ആയിരിക്കില്ല, ഒരിക്കലും ആയിരിക്കില്ല ആശാനെ. അനു വിഷ്ണുവിനോട് പറയുക, എന്നാലും നമുക്കതൊന്ന് ഉറപ്പ് വരുത്തണ്ടേ. വിഷ്ണു അങ്ങ് അലറുവാണ്, എന്തിന്? അതെൻ്റെ ശാലിനി ആയിരിക്കില്ല. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കയറി നോക്കിയേക്കാം. എടാ കമല, എനിക്ക് തല ചുറ്റുന്നടാ, എനിക്ക് പേടി തോന്നുന്നടാ. ആശാനെ, എൻ്റെ ആശാൻ തളരാതെ. ഇനിയിപ്പോൾ എന്ത് വന്നാലും നമുക്ക് നേരിടാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ പേടിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല ആശാനെ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. അവളാണോടാ, എൻ്റെ ശാലിനി ആണോടാ? നമുക്ക് ആ ഒരു സംശയം മാറിക്കിട്ടുമല്ലോ. നമുക്കൊന്ന് നോക്കാം. അനു വീണ്ടും വിഷ്ണുവിനോട് പറയുവാണ്, വാ ആശാനെ, നമ്മൾ ഇവിടുന്ന് പോകുന്നത് തന്നെ അത് ചേട്ടത്തിയമ്മ അല്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് നോക്കാൻ പോകുന്നത്. എടാ കമല, എനിക്ക് പറ്റില്ലടാ, എനിക്ക് നോക്കാൻ പറ്റില്ലടാ, എനിക്ക് പേടിയാടാ. ആ സെക്യൂരിറ്റി വീണ്ടും പറയുവാണ്, നിങ്ങളിവിടെ വരെ വന്ന സ്ഥിതിക്കൊന്ന് കയറി നോക്കിയിട്ട് പോ. കാഴ്ചയിൽ നല്ല മിടുക്കി പെണ്ണ, ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം നല്ല കുടുംബത്തിൽ പിറന്ന കൊച്ച. പച്ച കളർ സാരി തന്നെയാണ് ഉടുത്തിരിക്കുന്നത്. വിഷ്ണു രണ്ട് കൈയും തലയ്ക്ക് വെച്ചിട്ട്, എൻ്റെ ഈശ്വര, കമലൻ അത് ചേട്ടത്തിയമ്മ ആയിരിക്കില്ല ആശാനെ. ഏതായാലും നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, ഒരു സംശയം മനസ്സിൽ വെക്കണ്ട, നിങ്ങളൊന്ന് നോക്കിയിട്ട് പോ. വിഷ്ണു ആ മോർച്ചറി എന്ന് എഴുതിയേക്കുന്ന ആ ബോർഡിലോട്ട് നോക്കുക. വിഷ്ണു അത് നോക്കുമ്പോഴേ വിഷ്ണു അങ്ങ് തളരുവാണ്. ശാരദാമ്മയാണെ ആകെ സങ്കടപ്പെട്ട് വാതക്കലിങ്ങനെ കുത്തിയിരിക്കുവാണ്. എടാ, ഈ പെണ്ണ് ഇതുവരെയും വിളിച്ചില്ലല്ലോ, ഇവളിത് എവിടെ പോയതാ? വിഷ്ണു അവിടെ എത്തിയിട്ടില്ലെന്ന് പറയുന്നു. ശാരദാമ്മ വീണ്ടും വന്ന് പപ്പിമ്മളോട് ചോദിക്കുക, മോളെ വിഷ്ണു അച്ഛൻ വല്ലതും പറഞ്ഞിട്ടാണോ പോയത്? എപ്പോൾ വരുമെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ എന്നെ വിളിക്കാമെന്നും പറഞ്ഞു. പക്ഷെ മോളെ ഇത്രയും നേരമായിട്ടും ആളെ കണ്ടില്ലല്ലോ. സത്യം ഉടനെ പറയുക. അതിന് ശാരദാമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ബിഗ് ഫ്രണ്ട് വന്നില്ലെങ്കിൽ പപ്പിയെ ഇന്ന് എൻ്റെ കൂടെ കിടത്തിയാൽ പോരെ? എന്നിട്ട് നാളെ ബിഗ് ഫ്രണ്ട് വരുമ്പോൾ പറഞ്ഞു വിടാം. അപ്പോൾ പപ്പിക്ക് ഹോംവർക്കൊക്കെ ചെയ്യണ്ടേ, പഠിക്കണ്ടേ? പഠിത്തമൊക്കെ ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ശാരദാമ്മേ. ശാരദാമ്മയ്ക്ക് കാണാൻ വയ്യേ, ഞാനും പഠിക്കുന്നുണ്ട്, പപ്പിയും പഠിക്കുന്നുണ്ട്. ശാരദാമ്മയ്ക്ക് ഒരു സ്വസ്ഥതയുമില്ല. ശാലിനിയും കാണുന്നില്ലല്ലോ. ഇനി വിഷ്ണുവും ശാലിനിയും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോയതാണോ? ഇനി അതാണോ തിരികെ വരുമ്പോൾ പപ്പിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്? ശാലിനിയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നും പറഞ്ഞ് ശാരദാമ്മ ശാലിനിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. ശാലിനി ഫോൺ കൊണ്ടുപോയിട്ടില്ലല്ലോ. ശാലിനി എടുത്ത തീരുമാനങ്ങളൊന്നും ശാരദാമ്മയോ ആ പൊന്നുമക്കളോ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, മോർച്ചറിയുടെ വാതക്കൽ നിന്ന് കരയുന്ന വിഷ്ണു മോർച്ചറിയിൽ പോയി നോക്കുമ്പോൾ അത് ശാലിനി ആയിരിക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.